ബണ്ട് നിർമ്മിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി CPIM രംഗത്ത്. രാത്രികാലങ്ങളിൽ കനത്ത മഴ നിലനിൽക്കുന്നതിനാൽ കുമ്പളങ്ങി പഞ്ചായത്തിലെ ഭൂരിഭാഗം വീടുകളിലും ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയാണ് നിലവിൽ. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് താൽക്കാലിക ബണ്ട് നിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും CPIM നേതാക്കൾ. ഭൂരിഭാഗം കർഷക തൊഴിലാളികളും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളും താമസിക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ ഓരുവെള്ളം കയറുന്നത്. കാലാകാലങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തോടുകൾക്ക് കുറുകെ ബണ്ട് നിർമ്മിച്ചാണ് ഉപ്പുവെള്ളം തടഞ്ഞു നിർത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഈ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതുമൂലം വൃശ്ചിക വെള്ളപ്പൊക്കത്തിൽ ജനങ്ങൾ വലയുകയാണ്. താൽക്കാലിക ബണ്ട് നിർമ്മാണം നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ കുമ്പളങ്ങി ഭരണസമിതിക്കെതിരെ പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മാർച്ച് സംഘടിപ്പിച്ചു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സജീവ് ആന്റണി യോഗത്തിൽ അധ്യക്ഷനായി. പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം CPIM ഏരിയ കമ്മിറ്റി അംഗവും പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറിയുമായ KK സുരേഷ് ബാബു നിർവഹിച്ചു. ഞങ്ങളെല്ലാം പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിലെല്ലാം ഇതിങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വളരെ മുൻകൂട്ടി പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അത് ടെൻഡർ വിളിച്ച് ആളെ ഏൽപ്പിച്ച് വളരെ വേഗതയിൽ പണി പൂർത്തീകരിക്കുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട്. അത് ഈ ഇട റോഡുകളിലും ഇടത്തോടുകളിലും താൽക്കാലിക ബണ്ടുകൾ നിർമ്മിച്ച് ഓരുവെള്ളം കയറി വരാതിരിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇപ്പം എല്ലാ മേഖലയിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ NS സുനീഷ്, NT സുനിൽ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ബിന്ദു ജോണി എന്നിവർ സംസാരിച്ചു. നമ്മുടെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും എല്ലാം അതിരൂക്ഷമായി വെള്ളം കയറിയിട്ടും യഥാസമയത്ത് താൽക്കാലിക ബണ്ടുകൾ നിർമ്മിക്കാതെ ഭരണസമിതി അവർക്ക് തോന്നും പോലെ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.